കാസിം, ശേഖരൻകുട്ടിയാ, കഥ തുറക്ക്. കാസിം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട്. ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കാസിമേ, പറഞ്ഞ കേട്ടല്ലോ, സൂക്ഷിക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റ് ചുമ്മാരടാ. നമ്മുടെ ഓഫീസർ എവിടെ? പോയോ? പോയല്ലോ. ഒന്നുകൂടി. ജോണി, ഈ ജാക്കറ്റിൽ എത്ര രൂപയുടെ സ്വർണമുണ്ടെന്ന് നിനക്കറിയാമോ? 12 ലക്ഷം രൂപയുടെ സ്വർണമുണ്ട്. ഇത്രയും സ്വർണം രാവും പകലും ഡ്രൈവ് ചെയ്ത് എല്ലാ റിസ്കും കവർ ചെയ്ത് ചെങ്കോട്ടയിലുള്ള അമീർ സാഹിബിന് എത്തിച്ചു കൊടുത്താൽ നമുക്കെന്ത് കിട്ടും? 10,000 രൂപ കിട്ടും. 6 ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ സുഖമായി ജീവിച്ചൂടെ? കാസിം, ഈ ശേഖരൻകുട്ടിയും ജാക്കിയും പണക്കാരായത് നേരായ വഴിക്കൊന്നുമല്ല. കാസിം, നമുക്ക് ഈ സംസാരം എവിടെ വെച്ച് നിർത്താം. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവും. നീ പേടിച്ചു പോയോ? ഇതുപോലെ പല പരീക്ഷണങ്ങളും ഉണ്ടാവും. നിന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ലേ. ശേഖരൻകുട്ടി പറഞ്ഞ സർക്കാരിന്റെ കൂട്ടുകാരൻ നീയാണോടാ? ജോണി, നീ നോക്കി. എന്തായാലും കച്ചവടം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലേക്കാ. ഒന്നും ഉണ്ടായിട്ട് രാവിലെ തുടങ്ങിയല്ലോ മനുഷ്യനെ വെറുപ്പിക്കാൻ. ചായ. എന്തായാലും എനിക്ക് ചായ വേണോ? വേണ്ട. ശിവനെ കൊണ്ട് ഞാൻ തോറ്റി. ആ കായിക്ക, ഇന്ന് ചാകരെടുക്കുന്ന ദിവസമാ. അറബിയ സിലാണോ? അറബി. ആര് പറഞ്ഞു? ലോറൻസ്.
വഹാബിനോടും ശശാങ്കനോടും തെക്കോട്ട് നേരത്തെ നീങ്ങാൻ ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കായിക്ക, ഷാഹുൽ ഇന്നലെ നല്ല കോളായിരുന്നു. ഹിപ്പിയോട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. മുടിഞ്ഞോൻ ഓന്റെ വർത്താനം ഇനി മേലാൽ ഇവിടെ പറഞ്ഞു പോകരുത്. ഹലോ ആ സാർ, ജനയമ്മേ, ജനയമ്മേ, ജനയമ്മല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയിരിക്കാം. ആ കായിക്ക, അങ്ങോട്ട് തീരി, ഇങ്ങോട്ട് തീരി, മോനിരിക്കി. എനിക്കൊരു 10 രൂപ തരുക. എന്തിനാ? പട്ടം പറപ്പിക്കാനാ. കൊടുക്കല്ലേ മോനെ, തിരിച്ചു കൊടുക്കടാ. നമുക്ക് നീ പാടാ നമുക്ക്. നമുക്ക് കള്ള ഹറാൻ പറഞ്ഞോനെ. കാസിമിനെ കൊന്നല്ലേ? അവൻ ജോണിയെ കൊന്നു. അതുകൊണ്ട് ജോണിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? കൊല്ലും കൊലയും എന്നാ ഈ തൊഴിലിലൊന്ന് അവസാനിച്ച് കിട്ടുക. ഈ തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും, തുടർന്നുകൊണ്ടേയിരിക്കും. ഷാഹുൽ എവിടെ? മോനകത്തുണ്ട്. എന്തിനാ? അവൻ കഞ്ചാവ് കച്ചവടം തുടങ്ങിയെന്ന് കേട്ടു. എനിക്ക് അവനെ ഒന്ന് കാണണം. കാലത്താണ് വന്ന് കിടന്നത്. ഞാൻ വിളിക്കാം. ഷാവുലേ, അല്ല ഷാവുലേ, ഷാവുലേ. ഞാൻ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? ഒന്ന് പറഞ്ഞ 10 തർക്കുത്തരം പറയും. അതാണ് ഓന്. പാപ്പ എന്തിനാ വിളിച്ചത്? ഷാഹുലെ, നിന്റെ പുതിയ കച്ചവടം എങ്ങനെയുണ്ട്? തരക്കേടില്ല. നിനക്ക് ചേർന്ന തൊഴിലല്ല ഇത്, നീ നിർത്തണം. എല്ലാവർക്കും സ്വർണ്ണ കച്ചവടം ചെയ്യാൻ സാധിക്കൂ? ഇഷ്ടം പോലെ ചെയ്യാം. പിന്നൊരു കാര്യം, സ്ക്വാഡ് പിടിച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓ, ഹറാൻ പറഞ്ഞോനെ, ഓന്റെ ധിക്കാരം കണ്ടില്ലേ? വാ. ചെല്ലടാ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അന്തസ്സുള്ളതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇരട്ടി ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് കഞ്ചാവ് കച്ചവടം, എനിക്കറിയാം. എന്നാലും ആളെ കൊല്ലിക്കുന്ന ഈ ബിസിനസ് നമുക്ക് വേണ്ട. പിന്നെ ഞാൻ എന്റെ ഈ സോപ്പും ചീപ്പും കണ്ണാടി ഒന്നും വിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ നീ ചെയ്യണ്ട. നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ, അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം? നീ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം, നീ ഇനി കഞ്ചാവ് കച്ചവടം ചെയ്യില്ലെന്ന്. ഞാൻ വിശ്വസിച്ചോട്ടെ? ഞാൻ പോട്ടെ. ഞാൻ ജാനകിയമ്മയെ വീട്ടിൽ നോക്കി. ഞാൻ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. ഇന്ന് അവളുടെ പിറന്നാളാണ്. സാഗർ പോയിരുന്നു. അവളെ കണ്ടോ? ഇല്ല, ഞാനിന്ന് പോകുന്നുണ്ട്. പ്രസാദം കൊടുത്തേക്കാം. ജ്യോതിയോട് വല്ലതും പറയണോ? അമ്മയ്ക്ക് സുഖമാണെന്ന് പറഞ്ഞാ മതി. ഇവിടെ വരെ വന്നിട്ട് സാഗറിന്റെ അമ്പലത്തിൽ കയറിയും തൊഴുതുകൂടെ? അതിലും ശക്തിയുള്ള ദേവി എന്റെ കൂടെ ഉള്ളപ്പം ഞാൻ ഇതിന്റെ അമ്പലത്തിക്കാരന് ഇതാ തൊട്ടുക. പിറന്നാളാണെന്ന് ജ്യോതിയുടെ അമ്മ പറഞ്ഞപ്പോഴാ അറിഞ്ഞത്. അമ്മയ്ക്ക് സുഖാണെന്ന് പറയാൻ പറഞ്ഞു. അതെ, ഞാൻ ഈ കരച്ചില് കാണാനല്ല വന്നത്. ഇങ്ങോട്ട് നോക്കി. ഈ കണ്ണീരിങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല, വളരെ വില കൂടിയതാ. ജ്യോതി ചെറുപ്പമല്ലേ, ഇനിയും ജീവിതത്തിൽ ഇത് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരും.
ഞാൻ പോട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുള്ളതല്ലേ. സാഗർ അപകടം പിടിച്ച ഈ തൊഴിൽ നിർത്തണം, അല്ലേ? സാഗർ എന്നെ മറക്കണം. ഞാനൊരു കുറ്റവാളിയാണ്, ജയിൽ പുള്ളിയാണ്. സാഗർ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ഇതല്ലേ പറയാനുള്ളത്? എടി പെണ്ണേ, അന്നും ഇന്നും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ നിന്നെ ജയിൽ പുള്ളി എന്ന് പറഞ്ഞാലും ഞാൻ ഈ കഴുത്തിലെ താലി കെട്ടു. അതുകൊണ്ടുണ്ടാവുന്ന കുറവ് ഞാൻ സഹിച്ചോളാം. വേറൊരു പെൺകുട്ടിയെ ഈ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. ജ്യോതി, എന്താ ഇത്? കരച്ചിൽ നിർത്താൻ. എന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഒരു കത്തെഴുതി അസിസ്റ്റന്റ് വാർഡൻ ജനാർദ്ദൻ അറിയിപ്പിച്ചാൽ മതി. ഞാൻ പോട്ടെ.